ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സൗജന്യമാണ്. ലക്ഷ്യങ്ങൾ വിലയുള്ളതാണ്. അതിന് സമയത്തിന്റെ വിലയുണ്ട്, ത്യാഗത്തിന്റെ വിലയുണ്ട്, പരിശ്രമത്തിന്റെ വിലയുണ്ട്, വിയർപ്പിന്റെ വിലയുണ്ട്. ഈ വാക്കുകൾ എന്ന് പറയുന്നത് വേഗരാജാവ് ഉസൈൻ ബോൾട്ടിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ സൗജന്യമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിലയേറിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. കുറഞ്ഞ സമയം മാത്രമേ നമുക്കുള്ളൂ. അതിൻ്റെ അകത്ത് ആ പരിമിതികൾക്കുള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വലിയൊരു സബ്ജക്റ്റാണ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വലിയ സബ്ജക്റ്റ് ഒരു 3/4 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു വിഷയമാണ്. ഏതായാലും ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ഒരു 8 വർഷം മുമ്പെയാണ്. 8 വർഷം മുമ്പേ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് കേരള ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ബിസിനസ്സിലേക്ക് വന്നത്. അന്ന് തുടക്കത്തിൽ ഒരു ബിസിനസ് എന്നുള്ള രൂപത്തിൽ ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. ഒരു കാരണവശാലും ഞാൻ അതിനെ അങ്ങനെ ഏറ്റെടുത്തിട്ടുമില്ല. തുടക്കത്തിൽ ബെല്ലിസാറി ബിസിനസ് പരിചയപ്പെടുത്തി കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി അതിന്റെ റിസൾട്ട് കൊണ്ട് വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഈ ബിസിനസ് ചെയ്യുന്നവരുടെ മാറ്റങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് സജീവമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സജീവമായി ഇറങ്ങി ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നസീമ മേഡം പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ NTC എന്ന് പറയുന്ന റാങ്കിൽ അപ്കമിങ് CTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് അച്ചീവർ കൂടിയാണ്. ഇതെങ്ങനെ നേടിയെടുത്തു എന്നുള്ളത്, NTC ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബിസിനസ്സിലേക്ക് വരുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, ബിസിനസ്സിന് പുറത്തുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ ഒരു നിരാശയോ അല്ലെ ജീവിതത്തിൽ ഏതെങ്കിലും തളർന്നുപോയി എന്ന് തോന്നുന്ന സമയം, അല്ലെങ്കിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന സമയം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളിങ്ങനെ വഴിയരികിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ ചില സൈൻ ബോർഡുകൾ കാണും. ആ സൈൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു എഹെഡ് 500 മീറ്റർ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ 300 മീറ്റർ ATM എന്നൊക്കെ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു സൈൻ ബോർഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരൊറ്റ സൈൻ ബോർഡ് ഈ ബിസിനസ്സിലുള്ളവർ കാണാൻ പാടുള്ളൂ. എഹെഡ് ദ സക്സസ്, നമ്മളുടെ തലയ്ക്ക് മുകളിൽ വിജയം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളുടെ തലയ്ക്ക് മുകളിൽ വിജയം, സക്സസ് വട്ടമിട്ട് പറക്കുന്നു എന്നുള്ളതാണ്. ആ വട്ടമിട്ട് പറക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആദ്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കുക എന്നുള്ള. നമ്മളെപ്പറ്റി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് എന്ന് പറയുന്നത് അത്ര മനോഹരമൊന്നുമല്ല. അത് കുറച്ച് പ്രശ്നങ്ങളാണ്, പുക പിടിച്ച് കരിപുരണ്ട് നിൽക്കുന്നതാണ്. ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഓർത്തെടുക്കാനുണ്ടാവുക. പിന്നീട് നമ്മൾ കടന്നു വരുന്നത് നമ്മളുടെ ഫ്യൂച്ചറിലേക്കാണ്. അപ്പൊ ഫ്യൂച്ചറിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രസന്റിലേക്കാണ് കടന്നു വരുന്നത്. ആ പ്രസന്റിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് അത്ര മനോഹരമൊന്നുമല്ല. അത് വളരെ കൃത്യമായിട്ട് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമ്മളെ കാത്തിരിക്കുന്നത് നമ്മളുടെ ഭൂതകാലം കഴിഞ്ഞാൽ, നമ്മളുടെ പ്രസന്റ് കണ്ടീഷൻ, വർത്തമാനകാലം കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് പ്രകാശപൂരിതമായ, നമ്മളെ ഉദ്ദീപിപ്പിക്കുന്ന, നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു ഫ്യൂച്ചർ നമുക്കുണ്ടെന്നുള്ള ഉറച്ചൊരു വിശ്വാസം നമുക്കുണ്ടാവണം. അടിയുറച്ചൊരു വിശ്വാസം നമുക്കുണ്ടാവണം. ഒരു പ്രകാശപൂരിതമായ ഒരു ഭാവിയിലേക്കുള്ള ചുവടുവെപ്പാണ്, കാൽവെപ്പാണ്, ഒരു യാത്രയാണ്, ഒരു ദീർഘദൂര യാത്രയാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. എവരി ലോങ് ജേർണി സ്റ്റാർട്ടഡ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഏതൊരു ദീർഘദൂര യാത്രയും തുടങ്ങുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നിന്നാണ്. ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി സ്വപ്നം കാണേണ്ടത് ഡയമണ്ട് ഷിപ്പാണ്. അതിലൊരു സംശയമില്ല. അപ്പൊ ഞാൻ എങ്ങനെ എന്തുകൊണ്ടിങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ ചിന്തിക്കുന്നത്, ഞാൻ 1 വർഷമായി, ഞാൻ 2 വർഷമായി
3 വർഷമായി, എന്നിട്ട് ഞാൻ വിചാരിച്ച തരത്തിലേക്കുള്ള ഒരു വളർച്ച എനിക്കില്ലാതെ പോയത് എന്തുകൊണ്ട്? എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മറ്റുള്ളവർ വളരുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ബെല്ലി സാർ വളർന്നതുപോലെ, ശൈലേഷ് സാർ വളർന്നതുപോലെ, അനീഷ് സാർ, മുബീൻ സാർ ഇവരൊക്കെ വളർന്നതുപോലെ എനിക്ക് എന്തുകൊണ്ട് വളരാൻ പറ്റിയില്ല? ആ വളരാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. കാരണം അവനവന്റെ മനസ്സിൽ കുടികൊള്ളുന്ന ചെകുത്താനെ, നെഗറ്റീവിനെ പുറത്തു ചാടിക്കാതെ, പുകച്ച് പുറത്തു ചാടിക്കാതെ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിലൊരു സംശയമില്ലേ. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് 2-3 തരത്തിലുള്ള മനോഭാവമാണ്. ആ മനോഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡിൽ നെഗറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എന്താണ് പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ്, 2 തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡിനെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഞാനും നിങ്ങളും കയറി വരുന്നത് സമൂഹത്തിലെ ചേറിൽ നിന്നും ചെളിയിൽ നിന്നും കയറി വരുന്ന ഒരു വ്യക്തിയാണ്. അത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ നമ്മളെ മാനസികമായി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു റിവഞ്ചാണ്, വലിയൊരു റിസ്ക് ആണ്. കാരണം അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. എല്ലാവർക്കും പറയാൻ ഇഷ്ടമാണ് നെഗറ്റീവ്, എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ് നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവിലേക്കുള്ള യാത്ര അത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു യാത്രയാണ്. അത് വളരെ വളരെ കഠിനമായിട്ടുള്ള, കല്ലും മുള്ളും നിറഞ്ഞിട്ടുള്ള കഠിന പാതയാണ്. അതിലൊരു സംശയമില്ല. ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നമുക്ക് വേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ കണ്ടത് എന്തിലും ഏതിലും കുറ്റം പറയുക, അത് തന്നെയാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരാളെ പോലും അവരുടെ വിജയത്തിൽ ആഹ്ലാദിക്കുകയോ അവരുടെ വിജയത്തിൽ അവരെ പുകഴ്ത്തുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ പുകഴ്ത്തി പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അത് മനസ്സറിഞ്ഞ് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ ഈ ബിസിനസ് വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ എന്തുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വളർച്ച വരുന്നില്ല 3 വർഷമായിട്ട്, 2 വർഷമായിട്ട്, 1 വർഷമായിട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ കുഴപ്പമല്ല, നമ്മളുടെ ബിസിനസ് പ്ലാനിന്റെ കുഴപ്പമല്ല, നമ്മളുടെ പ്രോഡക്റ്റിന്റെ കുഴപ്പമല്ല. ആ കുഴപ്പം എന്ന് പറയുന്നത് അവനവന്റെ കുഴപ്പമാണ്. എന്തിലും ഏതിലും നെഗറ്റീവ് കാണുക എന്ന് പറയുന്നത് മാറ്റിവെക്കുക, എന്നിട്ട് നമ്മൾ പോസിറ്റീവിലേക്ക് വരിക എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ പോസിറ്റീവ് മൈൻഡ് 100% ഉള്ള ഒരാൾക്ക് മാത്രമേ സക്സസ് ആവാൻ പറ്റൂ. അല്ലാതെ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു കഥ പറയാം. എന്തിലും ഏതിലും നെഗറ്റീവ് കാണുന്നതിന് ഒരു ചെറിയ കഥ ഞാൻ പറയാം. ചെറിയ കഥ എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയാണ്. എന്തിലും ഏതിലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത്, പട്ടിക്കുട്ടിയുടെ ഓണറുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് എന്ത് കണ്ടാലും അതിൽ നെഗറ്റീവ് കാണുന്ന ഒരു വ്യക്തിയാണ്. എന്ത് പറഞ്ഞാലും അതിൽ നെഗറ്റീവ് പറയും. എത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ അദ്ദേഹം നെഗറ്റീവ് കണ്ടെത്തിയിരിക്കും. ആ നെഗറ്റീവിനെ മാറ്റി പറയിപ്പിക്കാൻ ഒരു പോസിറ്റീവായിട്ടുള്ള വാക്ക് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഒരു ദിവസം ഈ പട്ടിക്കുട്ടിയെയും അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും കൂട്ടി ഒരു പുഴക്കരയിലേക്ക് ചെന്നു. പുഴക്കരയിലേക്ക് ചെന്ന സമയത്ത് ഈ പട്ടിക്കുട്ടിയെ ഇദ്ദേഹം പുഴയിലേക്ക് ഇറക്കി വിട്ടു. പുഴയിലേക്ക് ഇറക്കി വിട്ട സമയത്ത് ആ പട്ടിക്കുട്ടി പുഴയിലെ വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചു. അപ്പൊ ഇറക്കി വിട്ട വ്യക്തി മനസ്സിലാക്കിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ സുഹൃത്ത് മനോഹരമായിരിക്കുന്നു, നിന്റെ പട്ടിക്കുട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുദ്ദേശിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെറും നിരാശയെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പട്ടിക്കുട്ടിയെ പറ്റി പറഞ്ഞത്, അല്ലെ മറ്റുള്ള നെഗറ്റീവ് പറയുന്ന വ്യക്തി ആ പട്ടിക്കുട്ടിയെ പറ്റി പറഞ്ഞത്, മറ്റുള്ള പട്ടികൾക്കൊക്കെ നീന്താൻ അറിയാം, പക്ഷെ നിന്റെ പട്ടിക്ക് നീന്താൻ അറിയില്ല, അതുകൊണ്ടത് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു. എത്ര അത്ഭുതങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാലും അതിലൊരു നെഗറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇതേ ആറ്റിറ്റ്യൂഡും ഇതേ മനോഭാവമുള്ള ആളുകളാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇതൊന്ന് മാറണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യണം? ട്രെയിനിങ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റിമറിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എന്താണ്? ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡാണ്. എന്താണ് ഈ ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്? അതുപോലെ തന്നെ അതിന് ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് എന്താ? ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലും വളരെ വളരെ എന്താണ് ചെറിയ 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 രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ. ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. തിങ്ക് ബിഗ് ഡു ബിഗ് എന്നാണ്. വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും വലിയ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. എന്നാലേ നമുക്ക് ചെറിയ ചെറിയ സക്സസ്സുകൾ നമ്മളെ തേടി വരും. ഇനി ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിജയങ്ങളെ ഉണ്ടാവും. എന്നാൽ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ചെറിയ റിസൾട്ടാണ് വരുന്നതെങ്കിൽ നാളുകളിൽ അത് വലിയ വലിയ റിസൾട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ രൂപത്തിലേക്ക് വലിയ ചിന്തകളുമായി വന്നിട്ടുള്ള ആളുകളുണ്ട്. അതില് എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡിന് ഏറ്റവും ഇതായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ധീരുഭായ് അംബാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. രണ്ടാമത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസഫ് അലി സാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. മൂന്നാമത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോകുലം ഗോപാലൻ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി ഇങ്ങനെ വിരലെണ്ണാവുന്ന ആളുകളൊന്നുമല്ല, ഒരുപാട് ആളുകളെ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റും. ഇനി മലബാർ ഗോൾഡിന്റെ അമ്മദക്ക് വരെ ആ കൂട്ടത്തിലേക്ക് വരുന്ന വ്യക്തികളാണ്. ഇവരൊക്കെ ഹൈ തിങ്കിങ് ആയിട്ടുള്ള ആളുകളാണ്. ഇനി അംബാനിയെ നമ്മൾ എടുക്കുക, അയാൾ ലോ തിങ്കിങ് ആണെങ്കിൽ ഒരു കാരണവശാലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോകം കീഴടക്കാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് ലോകത്തെ കീഴടക്കിയ, ഇന്ത്യയെ കീഴടക്കിയ, ഇന്ത്യയിലെ വൻ ധനികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. പാസ്റ്റ് പരിശോധിക്കുക എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പരിശോധിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതങ്ങളെ നമ്മളൊന്ന് കണ്ണോടിക്കുക, അല്ലെങ്കിൽ അതിലൂടെ നമ്മളൊന്ന് കടന്നു പോകുക. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? അമ്പലനടയിൽ അപ്പം വിറ്റ് നടന്നവൻ, പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച് നടന്നവൻ, അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വലിയ വലിയ മനോഭാവം കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള, ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയിട്ടുള്ളത്. യൂസഫ് അലി സാറിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാട്ടിക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന്, കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ സഹായത്താലെ ഒരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് കയറി ചെന്നൊരു മനുഷ്യനാണ്. എന്നിട്ടാണ് ഇന്ന് കാണുന്ന ഈ സൂപ്പർ മാർക്കറ്റുകളുടെ, ലോകത്തെ സൂപ്പർ മാർക്കറ്റുകളുടെ അധിപനായി മാറിയിട്ടുള്ള ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത വ്യക്തി. ഒരിക്കൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടത്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എല്ലാവർക്കും ഇന്നത്തെ യൂസഫ് അലി ആവണം, എല്ലാവർക്കും യൂസഫ് അലിയെ ഇഷ്ടമാണ്, എല്ലാവർക്കും യൂസഫ് അലി ആവണം. പക്ഷെ യൂസഫ് അലി സാറിന്റെ പാസ്റ്റ് ആർക്കും വേണ്ട, കഴിഞ്ഞു പോയതൊന്നും ആർക്കും വേണ്ട. അപ്പൊ കഴിഞ്ഞു പോയൊരു ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. നാട്ടികയിൽ നിന്ന് ഗൾഫിലേക്ക് കടന്ന സമയത്ത് ഈ മണലാരണ്യത്തിൽ ചൂടും പുകയും സഹിച്ച സമയത്ത് വെറും പച്ചവെള്ളവും ഗുബൂസും കഴിച്ച് നടന്ന 30, 35, 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അവിടുന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗോകുലം ഗോപാലൻ ചേട്ടൻ. ഡിഗ്രി കഴിഞ്ഞ് മടപ്പള്ളിയിൽ നിന്ന് ഒരു സഞ്ചിയുമായിട്ട്, ഒരു കിറ്റുമായിട്ട് മദ്രാസിലേക്ക് കയറി അവിടെ 10 രൂപ മുതൽ തുടങ്ങുന്ന ചിട്ടി ആരംഭിച്ച് ആ ചിട്ടിയാണ് ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ചിട്ടുള്ള ഗോകുലം ചിട്ടി ഫണ്ടായി മാറിയിരിക്കുന്നത്. ഈ രൂപത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റൂ. അത് വലിയ വലിയ രീതിയിൽ ചിന്തിക്കുകയും വലിയ വലിയ പ്രവൃത്തികൾ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ആ രൂപത്തിലേക്ക് വന്നത്. അപ്പൊ നമ്മളെ പിറകോട്ടടിപ്പിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും, നമ്മളെ പുച്ഛിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പരിഹസിക്കുന്നവരും തള്ളിപ്പറഞ്ഞവര്, നമ്മളുടെ ഒന്നിനും കൊള്ളില്ലെന്ന് നാട് നീളെ പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെയൊക്കെ തന്നെ ഇതിന്റെയൊക്കെ പിറകെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ വരുന്ന സമയത്താണ് ഒരു മാസീവ് സക്സസ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടത്. നമ്മളെ കളിയാക്കിയവരോട്, നമ്മളെ കുറ്റം പറഞ്ഞവരോട്, പരിഹസിച്ചവരോട് അവരുടെ ഒക്കെ മുമ്പിൽ ഒരു കംബാക്ക് നമ്മൾ നടത്തണം. അങ്ങനെ അവരുടെ മുമ്പിൽ വിജയിച്ച് നിൽക്കുന്ന സമയത്തുണ്ടാവുന്ന നമുക്കൊരു കിക്ക് ഉണ്ടല്ലോ, ആ കിക്ക് അതിനേക്കാളും വലിയ ലഹരി ലോകത്തൊന്നിനും നമുക്ക് തരാൻ പറ്റില്ല. നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സമയത്തിൽ പരാജയപ്പെട്ടു പോകാം, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വീണ് പോയിട്ടുണ്ടാവും. പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാജയപ്പെടട്ടെന്നേ, വീണിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന്
ചങ്കൂറ്റത്തോടെ വിജയിച്ച് നിൽക്കുന്ന ആ ഒരു സക്സസ് ഉണ്ടല്ലോ, ഏറ്റവും വലിയ എന്താണ് ആ സക്സസിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയൊരു റിവഞ്ചാണത്. ആ റിവഞ്ചിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അല്ലാതെ കളിയാക്കുന്നവരുടെ മുമ്പിൽ ചൂളിപ്പോകുന്ന ഒരു ചരിത്രം നമുക്ക് ഉണ്ടാവരുത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ഞാനും നിങ്ങളും കടന്നു വരുന്നത് ഏത് വഴിയിൽ നിന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഞാനും നിങ്ങളും കടന്നു വരുന്നത് എന്താണ്, ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്. ഈ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന നമ്മളെ തറപറ്റിക്കാനും കളിയാക്കാനും പരാജയപ്പെടുത്താനും ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് വേണം. നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ വിജയിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ മിഡിൽ ക്ലാസ്സാണ്. നമ്മളെ തളർത്തുന്നവരും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. അവരൊക്കെ തന്നെ വലിയ വലിയ ഹൈറ്റ്സിൽ എത്തുന്ന സമയത്ത് നമ്മൾ അവർ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ ഒന്നും പ്രവർത്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് സീറോയിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആളുകളൊക്കെ തന്നെ അവരുടെ ഒരു ഹായ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. വലിയ വലിയ വ്യക്തികൾ, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ഹായ് പറയാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ഹായ്ക്ക് വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കേണ്ടത്. നമ്മളുടെ ഹായ്ക്ക് മറ്റുള്ളവർ കാത്തിരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം. അതാണ് ഹൈ തിങ്കിങ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവർക്ക് ടാറ്റ കൊടുക്കലല്ല. നമ്മൾക്ക് ടാറ്റ തരുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ആ രൂപത്തിലാണ് ഹൈ തിങ്കിങ് എന്ന് പറയുന്നത്. ആ ഹൈ തിങ്കിങ്ങിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വരേണ്ടത്. അപ്പൊ എനിക്ക് എന്താ സ്വാഭാവികമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹൈ തിങ്കിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആകും എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതിനെനിക്ക് ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് ഒരു സിനിമ കണ്ടിരുന്നു, വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു സിനിമയാണ്. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതിൽ അമ്മ മകനോട് ചോദിക്കുന്നുണ്ട്, നീ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ മകൻ പറയുന്നുണ്ട് ഇല്ല. രണ്ടാമത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മിറാക്കിൾ സംഭവിക്കുന്ന പറയുന്ന, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന. അത് ചുവട് പിടിച്ച് പറയുന്നത് ആരെ പറ്റിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും അതികഠിനമായി ആഗ്രഹിക്കുകയും അതിന്റെ പിറകിൽ സഞ്ചരിക്കുകയും അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ആ വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കും എന്നാ പറയുന്നത്. ആ രൂപത്തിലേക്കുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറാൻ നമുക്ക് പറ്റും. അങ്ങനെ മാറുന്ന സമയത്താണ് മിറാക്കിൾ നമ്മൾ വിശ്വസിക്കുന്നത്. ഹാർഡ് വർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ് ഇൻ മിറാക്കിൾ ആൻഡ് വർക്ക് ഹാർഡ്, സക്സസ് വിൽ കം ടു യു എന്നാ പറയുന്നത്. കാരണം നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ തേടി വിജയം വന്നിരിക്കും. അതിലൊരു സംശയവും ഇല്ലേ. അതുകൊണ്ട് ഹൈ തിങ്കിങ് ആയിട്ട് ചിന്തിക്കുക, വലിയ വലിയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഞാൻ ജീവിതത്തിൽ പല ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനായ വ്യക്തി അസാധാരണക്കാരനായി മാറി വിജയത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ച ഒരു വ്യക്തിയെ ഒരു ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു വ്യക്തി സ്വന്തം അടുക്കളയിലെ അലൂമിനി പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും തച്ചടച്ച് ഒട്ടിച്ച് ആക്രിക്കടയിൽ കൊണ്ടുവിറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി. അദ്ദേഹത്തിന്റെ കാർഷിക കടങ്ങള് ഒരുപാട് കൂടി വന്ന സമയത്ത് സ്വന്തം ഭാര്യയുടെ താലി ചെയിനിൽ നിന്ന് താലി അടർത്തി മാറ്റി താലി വിറ്റ മനുഷ്യൻ. പിന്നീട് താലി വിൽക്കുമെന്ന അവസ്ഥ വന്ന സമയത്ത് താലി ഭണ്ണാരത്തിൽ നിക്ഷേപിച്ച ഒരു മനുഷ്യനാണ്. സ്വന്തം മകളുടെ പിറന്നാളിന് വേണ്ടി 300 രൂപയുടെ കേക്ക് വാങ്ങാൻ കഴിയില്ലാത്ത ഒരു വ്യക്തി. അങ്ങനെ 300 രൂപയുടെ കേക്ക് വാങ്ങാൻ കഴിയില്ലാത്ത വ്യക്തി 22ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ പിറന്നാളിന് കാറ് സമ്മാനിച്ചിട്ടുണ്ട്. താലി ചെയിൻ എടുത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ സ്വന്തം മകളുടെ കല്യാണത്തിന് 3 കിലോ സ്വർണം കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ബെൻസ് കാറ് സമ്മാനിച്ചുകൊണ്ടുമാണ് അദ്ദേഹം ലോകത്തോട് അദ്ദേഹത്തിന്റെ വെല്ലുവിളി, അദ്ദേഹത്തിന്റെ പ്രതികാരം ചെയ്തത്. സൈലന്റ് പ്രതികാര ചെയ്തത്.
നിശബ്ദമായിട്ടുള്ള ഒരു പ്രതികാരമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് കഴിഞ്ഞ ദിവസം ട്രെയിനിങ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ആവാമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ളതും എന്താണ്? നമ്മുടെ കയ്യിൽ ഉള്ളതും എന്താണ്? ഈ ബിസിനസ് തന്നെയാണ്. അദ്ദേഹം ഇത് മുഴുവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. DTC റാങ്കിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മകളെ സ്വർണം കൊണ്ട് മൂടും, ബെൻസ് കാർ സമ്മാനിക്കും, അത് എല്ലാറ്റിനും ഉപരി കമ്പനിയുടെ MD എന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഭാര്യ പ്രസാദ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 3 കിലോ കണക്കിന് സ്വർണം കൊണ്ട് എന്റെ മകളെ മൂടുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ പണയം വെച്ച താലി ആദ്യം എടുത്തതാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതിന് തർക്കിക്കാൻ നിന്നില്ല. തർക്കിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തൊരു തെറ്റാണ്. പിന്നെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സാധനം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അത് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിന് ഈ പരാജയം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പേടിച്ചു പോകുന്നുണ്ടോ? പരാജയം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നെറ്റി ചുളിക്കാറുണ്ടോ? വിജയത്തെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സക്സസ് ആകുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു കാരണവശാലും പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ മൈക്കിൾ ജോർദാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. മൈക്കിൾ ജോർദാന്റെ ഹിസ്റ്ററി ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാസ്കറ്റ് ബോൾ കളിക്കാരനായിരുന്നു അദ്ദേഹം. ആദ്യമായിട്ട് സ്കൂൾ ടീമിൽ എത്തുന്നുണ്ട്. കുറിയവൻ എന്നുള്ള രൂപത്തിൽ ആദ്യം അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സ്കൂൾ ടീം പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് എന്നെ കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ മുഴുവൻ ജേഴ്സിയും ഞാൻ പേറിക്കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ചുമലിലേറ്റിക്കൊള്ളാം, തലയിൽ വെച്ച് കൊള്ളാം എന്നാണ്. ആ മകന്റെ കളി കാണാന് ആ ഗ്രൗണ്ടിലെത്തിയ അച്ഛനും അമ്മയും കണ്ടത് മറ്റുള്ളവരുടെ ട്രാക്ക് സ്യൂട്ട്, അവരുടെ ജേഴ്സി പേറിക്കൊണ്ട് നടക്കുന്ന മകനെയാണ്. വളരെ കരഞ്ഞുകൊണ്ടാണ് അവര് അവിടുന്ന് തിരിച്ചു പോകുന്നത്. പക്ഷേ അന്നൊരു തീരുമാനം എടുത്തിരുന്നു മൈക്കിൾ ജോർദാൻ. ആ മൈക്കിൾ ജോർദാൻ എടുത്ത തീരുമാനം പിന്നീട് ലോകത്തിലെ ആദ്യത്തെ സ്പോർട്സ് മേഖലയിലെ ആദ്യത്തെ ബില്യണയറായി മാറിയിട്ടുണ്ട്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാസ്കറ്റ് ബോൾ കളിക്കാരനായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ്, ടു ലേൺ ടു സക്സീഡ് യു മസ്റ്റ് ഫസ്റ്റ് ലേൺ ടു ഫെയിൽ. നിങ്ങൾ വിജയത്തിന്റെ ചരിത്രമാണ് പഠിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പരാജയത്തിന്റെ ചരിത്രമാണ്. ആ പരാജയത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് മാത്രമേ വിജയത്തിലേക്ക് കുതിക്കാൻ കഴിയൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ആ പാടെ ഇല്ലാതാക്കി പോസിറ്റീവിലേക്ക് സഞ്ചരിക്കണം. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി ഹൈ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ലോ തിങ്കിങ് ആണ്. ലോ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോക്കറ്റിനിണങ്ങിയ രൂപത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഹൈ തിങ്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ബിസിനസ്സിൽ ഒരു മണി ഫ്രീഡമാണ്. അപ്പൊ മണി ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയണ്ടേ അതെന്താ സംഭവം എന്ന്. മണി ഫ്രീഡം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന് ഒറ്റ വാക്കിലുള്ള ഒരു നിർവചനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണം നമുക്ക് ഒന്നിനും ഒരു തടസ്സമാകാതിരിക്കുക. നമ്മളുടെ ഫാമിലിയോടൊത്തൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ടാഗ് നോക്കാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുക. ജ്വല്ലറിയിൽ കയറി കഴിഞ്ഞാൽ, ഇനി നമ്മൾ എന്തിനധികം പറയുന്നു, നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ വില നോക്കാതെ ഭക്ഷണം വാങ്ങിക്കഴിക്കാനുള്ള ഒരു അവസ്ഥയാണ് മണി ഫ്രീഡം എന്ന് പറയുന്നത്. ആ മണി ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവിനെ നമ്മൾ ഒഴിവാക്കുക, ഹൈ തിങ്കിങ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക ഏറ്റവും കൂടുതൽ. കാരണം ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, ഏകദേശം 400-നടുത്ത് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ 400-നടുത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക പ്രശ്നത്തിന്, അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ 90% പ്രശ്നങ്ങളും അവസാനിക്കും എന്നുള്ളതാണ്. അതിലൊരു സംശയമില്ലേ. അത് അവസാനിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ് നമ്മൾ. അതിന് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് ഒഴിവാക്കുക, ലോ തിങ്കിങ് ഒഴിവാക്കുക, ഹൈ ലെവലിലേക്ക് ചിന്തിക്കുക. ഹൈ ലെവലിലേക്ക് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ബിൽഗേറ്റ്സും അതുപോലെ തന്നെ അംബാനി, ഇവരൊക്കെ പറയുന്നത്, നിങ്ങള് നാളുകളിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത്
ആ പെരുമാറുന്ന രീതിയിൽ ബിഗ് സീറോയിൽ നിൽക്കുന്ന സമയത്തും നമുക്ക് പെരുമാറാൻ പറ്റണം. നമ്മളൊരു കോടീശ്വരനെ പോലെ പെരുമാറണം, കോടീശ്വരനെ പോലെ നടക്കണം, കോടീശ്വരനെ പോലെ ചിന്തിക്കണം, കോടീശ്വരന്മാർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. ഈ രൂപത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നാളെ നമുക്ക് എന്ത് ചെയ്യണം, ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ഈ സീറോയിൽ നിൽക്കുന്ന നമുക്കിതെങ്ങനെ പറയാൻ പറ്റും? ആ പറയാ എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി, ജീവിതത്തിലെ ഏറ്റവും വലിയ റിവഞ്ച് എന്ന് പറയുന്നത് അതാണ്. അത് നാളുകളിൽ അവിടെ എത്തുന്ന പൂർണ്ണ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ പെരുമാറിയിരിക്കും, അതിലൊരു സംശയമില്ല. അതാണ് പറയുന്നത്. ഞാൻ അടുത്ത ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ പോവാം. ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്താണ് ഈ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡും ഈ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? നമ്മള് ബിസിനസ്സുകാരാണ്. അപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഒറ്റയടിക്ക് ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് വരാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റില്ല. കാരണം നമ്മൾ കൂലിവേല ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സെക്ടറിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിംഗ് കമ്പനികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിറ്റ് നടക്കുന്ന വ്യക്തികളായിരിക്കും. അവരൊറ്റയടിക്കൊരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ട്, അതിലൊരു സംശയമില്ല. അതിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് സമ്പർക്കം പാലിച്ചിരിക്കണം. നമ്മൾ ആരോടാണ് സമ്പർക്കത്തിൽ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ലോ തിങ്കിങ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കമാണെങ്കിൽ നമ്മൾ ലോ തിങ്കിങ്ങിലേക്ക് മാറും. ഹൈ തിങ്കിങ്ങുമായിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ സമ്പർക്കത്തിലെങ്കിൽ നമ്മൾ ഹൈ തിങ്കിങ് ഉള്ള ആളുകളായിട്ട് മാറും. അപ്പൊ ലോ തിങ്കിങ്ങുമായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്താ? ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതൊരു ഒരു വല്ലാത്തൊരു മനോഭാവമാണ്. അത് ബിസിനസ്മാൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി വായിച്ചിരുന്നു. ആ സ്റ്റോറി പറയുന്നത് ഇതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കിണർ വിറ്റതാണ് ഒരു മനുഷ്യൻ. ഒരു വ്യക്തി മറ്റൊരാൾക്കൊരു കിണർ വിറ്റു. ആ കിണർ വിറ്റ വ്യക്തി 2 ദിവസം കഴിഞ്ഞ് വാങ്ങിയ വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി. വാങ്ങിയുടെ വ്യക്തിയുടെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നിങ്ങൾക്ക് കിണർ മാത്രമേ വിറ്റിട്ടുള്ളൂ, വെള്ളം ഞാൻ വിറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം വെള്ളം വിറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനൊരു കൂടെയുള്ള കാശ് കൊടുക്കും, അല്ലെങ്കിൽ അവർ തമ്മിൽ കശപിശയാകും, അല്ലെങ്കിൽ കേസ് കൊടുക്കും. പക്ഷെ വാങ്ങിയതൊരു ബിസിനസ്സുകാരനായിരുന്നു. വാങ്ങിയ ബിസിനസ്സുകാരനായത് കൊണ്ട് തന്നെ അയാൾ ഒറ്റ വാക്കിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എനിക്ക് നീ കിണറേ വിറ്റിട്ടുള്ളൂ, ശരിയാണ്, കിണർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ കിണറിലെ വെള്ളം നിന്റേതാണ്. കിണർ വെള്ളം നിന്റേതാണെങ്കിൽ എന്റെ കിണറ്റിലാണ് നീ അത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം 2 ദിവസം വാടക നീ എനിക്ക് തരണം. ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്, അതിലൊരു സംശയമില്ല. ഏതാണ് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളൊക്കെ തന്നെ ജീവിതത്തിൽ, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ ആളുകളൊക്കെ തന്നെ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണ്. ഇപ്പൊ നമ്മൾ കിടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ വന്നിട്ടിപ്പോ ഞാനിപ്പോ NDC ആയി കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് എന്റെ മനസ്സിൽ ഉണ്ടാവാം, ഒരു സംശയവും കാര്യത്തിലില്ല. ഒരു കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ്, കൺസ്യൂമർക്ക് എന്താണ്? പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, പെട്ടെന്ന് നടക്കണം. നമ്മളിപ്പോ ഒരു കടയിൽ ചെന്ന് ഒരു കിലോ തക്കാളി, ഇപ്പൊ തക്കാളിക്ക് എത്രയാണ്? 25-30 രൂപ. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തക്കാളി കിട്ടിയിരിക്കണം. ഇനി ആ കടക്കാരൻ പറയാണ്, ഇന്ന് തക്കാളി എത്തിയിട്ടില്ല, 30 രൂപ ഇവിടെ വെച്ചേക്ക്, വൈകിട്ട് വരുന്ന സമയത്ത് തരാം. അത് കേൾക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ അടുത്ത കടയിൽ പോകുന്നു, കാശ് കൊടുക്കുന്നു, തക്കാളി വാങ്ങിക്കുന്നു, കൊടുക്കുന്ന സമയത്ത് കിട്ടിയിരിക്കണം. ഇതാണ് കൺസ്യൂമറുടെ ആറ്റിറ്റ്യൂഡ്. എന്നാൽ ബിസിനസ്സുകാരന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? ബിസിനസ്സുകാരുടെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞു നോക്കിയാൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു മുതൽ മുടക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മുതൽ മുടക്ക് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 7 വർഷം. കോവിഡിന് മുമ്പേ ആയിരുന്നു 7 വർഷമെങ്കിൽ ഇന്നത് 10 വർഷം കാണും. ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. അതേ സമയത്ത് നമ്മൾ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ലാഭം കിട്ടിയിരിക്കണം, ലാഭം എടുത്ത് നമുക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കർഷകനെ പോലെ ചിന്തിക്കാൻ പറ്റണം. കർഷകനെ പോലെ എങ്ങനെയാ ചിന്തിക്കുക? കർഷകനെ പോലെ ചിന്തിക്കുക എന്ന് പറഞ്ഞു നോക്കിയാൽ, ഒരു തെങ്ങും തൈ നട്ടു കഴിഞ്ഞാൽ
6 വർഷം 7 വർഷം എടുക്കും അതിൽ നിന്ന് തേങ്ങ പറിക്കാൻ. അതുവരെ കാത്തിരിക്കണം, അതുവരെ അതിന് വളം കൊടുത്തിരിക്കണം, വെള്ളം കൊടുത്തിരിക്കണം, മറ്റെല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് 6 വർഷത്തിന് ശേഷം 7 വർഷത്തിന് ശേഷം നമുക്ക് ഫലം കിട്ടും. ഒരു റബ്ബർ കർഷകനാണെങ്കിൽ ഒരു റബ്ബർ നട്ട് കഴിഞ്ഞാൽ 6 വർഷം 7 വർഷം കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിൽ നിന്ന് റബ്ബർ പാലെടുക്കാൻ പറ്റും. അല്ലാതെ റബ്ബർ നട്ട് 10 ദിവസം കൊണ്ട് 1 വർഷം കൊണ്ട് പാല് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കിട്ടില്ല, അതിലൊരു സംശയമില്ല. അപ്പൊ ഇവിടെ ഈ ബിസിനസ്സിൽ വന്നിട്ട് 1 വർഷമായി 2 വർഷമായി ഒന്നുമായില്ലെന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്, 3 വർഷമായിട്ട് ഒന്നുമായില്ലെന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഈ 3 വർഷം നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബിസിനസ്സിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് വേണ്ട, എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. കാരണം ഈ ബിസിനസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ മാത്രമേ പറ്റൂ, പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല, ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ആ മനോഭാവത്തിലേ ഇതിനെ കാണാൻ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ടും 3 വർഷം നിങ്ങൾ ഇതിന്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ മനോഭാവത്തിൽ വന്ന മാറ്റം നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ഒന്ന് നോക്കുക. നിങ്ങൾ 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് നിങ്ങൾ അതിനെ കാണുക. അത് ചെറിയ കാര്യമൊന്നുമല്ല, അതിലൊരു സംശയമില്ല, അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഈ ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്നത് സാമ്പത്തികമായി എനിക്കുണ്ടായ നേട്ടങ്ങളിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ശരിയാണ്. ഞാൻ വാങ്ങിയിരിക്കുന്ന കാറുകളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ നേട്ടങ്ങളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു പാസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന സമയത്തോ കോളേജ് പഠിക്കുന്ന സമയത്തോ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മൈക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. മൈക്ക് കൈകൊണ്ട് തൊടണമെങ്കിൽ എനിക്ക് പാടാൻ അറിയണം, അതെനിക്കറിയില്ല. പ്രസംഗിക്കാൻ അറിയണം, അതെനിക്കറിയില്ല. അല്ലെങ്കിൽ എന്താണ്, സ്കൂളിൽ നന്നായിട്ട് പഠിക്കണം, അതും എനിക്കറിയില്ല. ഇതൊന്നുമല്ലാത്ത ഞാൻ ഇന്ന് വന്ന് നിന്ന് നിങ്ങളോട് ഇങ്ങനെ എന്താണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ 1000ങ്ങളെ 10,000ങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാവിലെ 10 മണി മുതൽ 2 ദിവസം വരെ തുടർച്ചയായിട്ട് സംസാരിക്കാൻ, ഒരു വലിയൊരു ആൾക്കൂട്ടത്തെ മുന്നിൽ നിർത്തി സംസാരിക്കാൻ എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവ് തന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് എനിക്ക് മാത്രമല്ല, ബെൽനി സാർക്ക് മാത്രമല്ല, ഇനി ഈ കൂട്ടത്തിലിരിക്കുന്ന അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം, നാളുകളിൽ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മടിയെന്ന് പറയുന്നത് 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നുള്ളതാ. ആ സംസാരിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ സ്വാഭാവികമായിട്ടും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങൾക്കൊരു പബ്ലിക് സ്പീക്കർ ആകാം, നിങ്ങൾക്ക് 10 ദിവസത്തെ കോഴ്സ് 1 വർഷത്തെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾ ഏത് കോഴ്സ് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ 4 ആളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കണമെങ്കിൽ അത് പ്രാക്ടിക്കൽ ആയിരിക്കണം. ഒരു കോഴ്സിനും നമ്മളെ ഒരു പബ്ലിക് സ്പീക്കർ ആക്കാൻ പറ്റില്ല, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ നോക്കൂ, ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് സംസാരിക്കുന്നത്, ഞാൻ ആളുകളെ എടുത്തെടുത്ത് പറയുന്നില്ല. സിദ്ദീഖ് സാർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു നോക്കിയാൽ പണ്ടേ പത്രപ്രവർത്തകരാണ്, കുറച്ച് എന്താണ് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ആ രൂപത്തിലൊക്കെ സംസാരിച്ചേക്കാം. എന്നാലും ഇന്നത്തെ അവസ്ഥയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറെ കഴിവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കാം. ആ കഴിവുകളെ ഉപയോഗിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ കമ്പനി നമുക്ക് തന്ന പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാതെ പോയത് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ഒരു മനുഷ്യനും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാതെ പോയത് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റാത്ത ഒരു മേഖല നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാ ബെല്ലി സാർ എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം ത്രാസ് വിൽക്കുന്ന പണിയായിരുന്നു. വെയിങ് മെഷീൻ ഇല്ലേ, നമ്മളുടെ പുതിയ ഇലക്ട്രോണിക് മെഷീൻ, അത് വിൽക്കുന്ന പണിയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഈ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ തന്നെ അദ്ദേഹം ത്രാസ് വിൽക്കുന്ന മേഖലയിലാണെങ്കിൽ ആ കഴിവുകളൊക്കെ തന്നെ അവിടെ കുഴിച്ചുമൂടപ്പെടുമായിരുന്നു, ഒരു സംശയമില്ല. പക്ഷെ അവിടുന്ന് നമ്മുടെ ഈ കമ്പനിയിലേക്ക് വന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഓരോ സ്കില്ല് അദ്ദേഹം എണ്ണി പുറത്തെടുത്തത്. അത് നമ്മുടെ മുമ്പിലേക്ക് തന്ന് എന്നെയും നിങ്ങളെ ഈ ബിസിനസ്സിൽ ഈ രൂപത്തിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിന്റെ കഴിവുകളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കഴിവുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്
ജന്മനാ കിട്ടുന്ന സാധനമൊന്നുമല്ല. ജന്മനാ കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല. പാട്ട് പാടുക എന്ന് പറയുന്നത് ജന്മനായുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് എന്താണ് സിദ്ദീഖ് സാറേ, അതിന് നമ്മൾ മെനക്കെടണ്ട, അത് നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കറായി മാറാന്നേ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാ. ഈ പാൽക്കായം വെക്കുന്നവരെ ഇങ്ങനെ ഒരു പരസ്യം കാണാം. അവർ പറയും ഇത് ഉണ്ടാക്കുന്നതല്ല ഉണ്ടാകുന്നതാണ് എന്ന്. ഈ പാൽക്കായം പോലെയല്ല നമ്മൾ, ഇത് ഉണ്ടാകുന്നതല്ല, ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂ? നല്ലൊരു പബ്ലിക് സ്പീക്കർ ആകാൻ പറ്റൂ. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട. പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യണം? എഫേർട്ട് ഇടണം. കിട്ടുന്ന ഒരവസരവും നമ്മൾ എന്ത് ചെയ്യരുത്? കളഞ്ഞു കുളിക്കരുത്. എപ്പം നമുക്ക് മൈക്ക് കിട്ടുന്നോ ആ മൈക്ക് കേറി പിടിച്ചിരിക്കണം. നമ്മളിപ്പം എന്താണ് കമ്പനി മീറ്റിംഗ് സെന്ററിലെല്ലാം ചെന്ന് കഴിഞ്ഞാല് MC ഇന്ന് ആള് ചോദിക്കും, മൈക്ക് ഇങ്ങനെ ചൂണ്ടി ഇങ്ങനെ ആർക്ക് വേണമെന്ന്. അന്നേരം എല്ലാ ആൾക്കാരും ഒന്ന് എന്ത് ചെയ്യാ, ഒന്ന് പിറകോട്ട് വലിയരുത്. ഒരു കാരണവശാലും പിറകോട്ട് വലിയരുത്. എടുത്തു ചാടി മൈക്ക് കൈപ്പറ്റണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുക മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, എന്ന് നിങ്ങൾ ആ രൂപത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയോ, അന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം എന്താണ്? അധപ്പതനത്തിന്റെ ആരംഭമായിരിക്കും പൗലോ കൊയ്ലോ പറയുന്നുണ്ട്. അതിനെക്കൊണ്ട് നമ്മളെക്കാൾ വലിയ ഒരാളും നമ്മുടെ സദസ്സിലില്ല. ഞാനിപ്പോ നിങ്ങളോട് വന്നിങ്ങനെ പറയണമെങ്കിൽ ഞാൻ പൊതുവെ വീഡിയോ നോക്കാറില്ല. ഈ ചിത്രം നോക്കുന്ന സമയത്ത് കുറെ പ്രഗത്ഭന്മാർ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ പ്രഗത്ഭന്മാർ ഇങ്ങനെ ഇപ്പോ ഈ സിദ്ദീഖ് സാറിനെ പോലെയുള്ള ഉമർ സാറിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണെന്നറിയോ, നമ്മളൊന്നങ്ങ് പരുങ്ങും. അപ്പൊ അതിന് ഏറ്റവും നല്ല വഴി, മോർണിംഗ് മീറ്റിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, മോർണിംഗ് മീറ്റ് സ്റ്റാർട്ട് ചെയ്ത് എന്റെ പിക്ചർ ഒരു സൈഡ് കാണും. ആ പിക്ചറിൽ ഞാനൊരു തട്ടും. അപ്പൊ ഞാൻ എന്നെ കാണും. എന്നെ കാണുക, എന്നെ കണ്ട് സംസാരിക്കുക എന്ന് പറയുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങളെ കാണുകയും നിങ്ങളെ മുഖം കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അന്നോടെ തീരൂ. അതുകൊണ്ട് ഞാൻ അധികം നോക്കാറില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത്. അതിന് അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ കമ്പനി അത് ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ച ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കൽ പ്രസാദ് സാർ സമയം ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കാം. സമയം എന്ന് പറയുന്നത് പ്രസാദ് സാറിന്റെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ ക്ലോസിംഗ് അതായിരുന്നു. ഞാൻ കേട്ടതിൽ വെച്ച ഏറ്റവും വലിയ ക്ലോസിംഗ്. പ്രസാദ് സാർ ഒരിക്കൽ മേപ്പയ്യൂരുള്ള ഒരു സത്യമാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണാൻ പോയിട്ടുണ്ട്. ആ സത്യമാഷ് എന്ന് പറയുന്ന വ്യക്തിനെ കാണാൻ പോയ സമയത്ത് അദ്ദേഹത്തോട് ബിസിനസ് പറയുന്നുണ്ട്. ബിസിനസ് പറഞ്ഞ് അവസാനം പറഞ്ഞത്, എല്ലാരും പറയുന്നത് ആഴ്ചയിൽ 2,10,000 കിട്ടുന്ന പറഞ്ഞു. അപ്പോ സത്യമാഷ് ചോദിച്ചു, അല്ല പ്രസാദേ, നിനക്ക് 2,10 കിട്ടിയിട്ടുണ്ടോന്ന്. അപ്പം പ്രസാദ് സാർ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല്, ഈ 2,10 കിട്ടിയ ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കിട്ടും എല്ലാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി നീ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇന്ത്യ മഹാരാജ്യത്ത് ഈ ബിസിനസ്സിലൂടെ ആരെങ്കിലും 2,10,000 ആഴ്ചയിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, അത് ഞാൻ വാങ്ങിയിരിക്കും. ഞാൻ 2,10 വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിനക്ക് ഞാൻ ആ 2,10 വാങ്ങിത്തരും. ഇതാണ് ക്ലോസിംഗ്. ഈ കോൺഫിഡന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ രൂപത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. ഈ രൂപത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. അതിലൊരു സംശയമോ കാര്യത്തിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അത്ഭുതങ്ങൾ നമ്മളെ തേടി വന്നിരിക്കും. ഒരു സംശയമോ കാര്യത്തിലില്ല. അത് നമ്മളുടെ പാസ്റ്റ് ആയിട്ട് പോട്ടെ, പ്രസന്റ് അത് എത്ര ദുഃഖപൂരിതമാണെങ്കിലും എത്ര ദുരിതപൂരിതമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. നാളെ പറ്റിയുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടാവണം. നിങ്ങൾ ഏത് കഷ്ടപ്പാടായിക്കോട്ടെ, ഏത് ദുഃഖങ്ങളായിക്കോട്ടെ, ഏത് ദുരിതങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ഉള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശുഭാപ്തി വിശ്വാസമാണ്. ആ ശുഭാപ്തി വിശ്വാസം കൈവടിയാതിരിക്കുക.
ആ കൈവെടിഞ്ഞവന് ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും നേടാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും എന്താണ് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ആ ട്രോഫിക്ക് ഒരിക്കൽ കൂടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ എന്താണ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞത് ഇന്നത്തെ മനോഭാവത്തിന്റെ കാര്യമാണ്. മനോഭാവം മാറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിരന്തരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അത് നിരന്തരമായിട്ട് പ്രവർത്തിക്കുകയും നിരന്തരമായിട്ട് അത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലങ്ങളായി മാറും, അത് നമ്മളുടെ ലൈഫായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് നെഗറ്റീവിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയുക, പോസിറ്റീവിനെ സ്വീകരിക്കുക. നമ്മളുടെ സംസാരത്തിൽ പോസിറ്റീവ് ഉണ്ടാവണം, നമ്മുടെ ശ്വാസത്തിൽ പോസിറ്റീവ് ഉണ്ടാവണം. ഇങ്ങനെ സംസാരത്തിലും ശ്വാസത്തിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെ ഹൃദയത്തിലും പോസിറ്റീവ് ഉണ്ടാവും. നിങ്ങളുടെ സിരകളിൽ ഓടുന്ന ഓരോ രക്തക്കണികളിലും ആ പോസിറ്റീവ് ഉണ്ടാവും. നിങ്ങളുടെ ബ്രെയിനിൽ ആ പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിലേക്ക് അത് മാറ്റിമറിക്കണം. ഇതൊക്കെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സംശയവും കാര്യത്തില്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട്, നമ്മളുടെ ലൈഫില് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മളുടെ കിഡ്നിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ലിവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് അസുഖമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അതൊന്നും നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ നമ്മുടെ കൺട്രോളിൽ ഒരു സാധനമുണ്ട്, അത് നമ്മുടെ ബ്രെയിന്. ആ ബ്രെയിനെ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിയന്ത്രിക്കണം. നിയന്ത്രിച്ച് ഈ രൂപത്തിലേക്ക് മാറണം. എന്നിട്ട് നമ്മൾ എവിടത്തേക്ക് വരണം? ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് പാടില്ല, ഒരു കാരണവശാലും പാടില്ല. ഹൈ തിങ്കിങ് ആയിരിക്കണം. ഹൈ തിങ്കിങ് ആയിട്ട് നമ്മൾ കാറിൽ കയറുന്നത്, കാറ് വാങ്ങുന്നത്, വലിയ വലിയ കാറ് വാങ്ങുന്നത്, ഇതൊക്കെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡോട് സഞ്ചരിക്കുക. അതിലൊരു സംശയമില്ല. പിന്നീട് വേണ്ടത് ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ മാറുന്നതാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മൾ സക്സസ് ആയിരിക്കും. ഒരു സംശയവും കാര്യത്തിലില്ല. വിജയം നമ്മളെ തേടി വരും. ഏതായാലും ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മീറ്റിന് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് തൊട്ടിൽപ്പാലം സ്വദേശിയായിട്ടുള്ള ഒരു പ്രവീൺ സാർ, നൗഫൽ സാറിന്റെ പെർമിഷനോടുകൂടി. അപ്പൊ ഞാൻ നൗഫൽ സാറിനും പ്രവീൺ സാറിനും ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വെൽക്കം ചെയ്തിരിക്കുന്നത് നസീമ മേഡത്തിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാറ്റിനും ഉപരി ഈ ഒരു സുപ്രഭാതത്തിൽ എന്നെ കേൾക്കാൻ, എന്നെ ശ്രവിക്കാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.